യൂറോപ്യന്മാരുടെ നാറ്റോ സഖ്യത്തിന് പകരം ഇറാൻ പുതിയൊരു സംവിധാനത്തിന് രൂപകൽപ്പന ചെയ്തു. ഹോർമുസ് പിയേഴ്സ് ഇനിഷ്യേറ്റീവ് ഹോപ്പ് എന്ന പേരിലാണ് പ്രതിരോധ രംഗത്ത് സജീവമാകാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനത്തിന് നിർമ്മിതി നൽകിയിരിക്കുന്നത്. ഇറാഖ്, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി, ബഹ്റൈൻ ഇവരെല്ലാവരും ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചു എന്നുള്ളത് അമേരിക്കയെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. റഷ്യയും ചൈനയും കൊറിയയും ഏറെക്കുറെ ഇതിനോട് സഹകരിക്കും എന്ന കാര്യം ഉറപ്പാണ്. കാര്യം ഹോർമുസ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പല ഘട്ടങ്ങളിലും വിദേശികളുടെ ഇടപെടൽ ഉണ്ടാവാറുണ്ട്. അതിന് നിയന്ത്രണം വേണമെന്ന് 2019 UN അസംബ്ലിയിൽ ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിന് ബദൽ സംവിധാനം ഉണ്ടാക്കുന്ന കാര്യത്തിൽ അന്നൊന്നും അറബ് രാജ്യങ്ങളുമായി നല്ല സഹകരണവും ബന്ധവും ഇല്ലാത്തത് കൊണ്ട് ഇറാനുമായിട്ട് സഹകരിച്ചിട്ടില്ല. അതുകൊണ്ട് അകന്ന് പോകുന്ന ഒരു സ്ഥിതിയാണ്. ഇന്ന് സ്ഥിതിക്ക് മാറ്റം വന്ന് എല്ലാവർക്കും അമേരിക്കയാലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടാവുമെന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യണം, പുതിയൊരു സംവിധാനം ഉണ്ടാകണം. അത് നാറ്റോയിൽ 32 സഖ്യ രാജ്യങ്ങളാണുള്ളത്. നാറ്റോ ഉണ്ടാക്കിയത് തന്നെ റഷ്യക്ക് ബദലായിട്ടാണ്. സോവിയറ്റ് യൂണിയന്റെ സൈനികമായിരിക്കുന്ന മുന്നേറ്റവും ശക്തിയും ക്ഷയിപ്പിക്കുക, തകർക്കുക, അവർ സാമ്പത്തികപരമായിരിക്കുന്ന ബാധ്യത ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ് നാറ്റോ സഖ്യത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം. സംയുക്തമായി രാഷ്ട്രീയമായിരിക്കുന്ന ഐക്യം ഉണ്ടാക്കുക, സൈനികമായിരിക്കുന്ന സഹകരണം, സൈബർ രംഗത്തുള്ള സജീവത, സംയുക്ത സൈനിക അഭ്യാസം, ഈ കാര്യങ്ങളൊക്കെയാണ് നാറ്റോ മുന്നോട്ട് വെക്കുന്നത്. അവരുടെ ഉദ്ദേശ കാര്യം എന്താണ്? റഷ്യ തകർക്കുക എന്നുള്ളത് മാത്രം. അതിന് ബദൽ സംവിധാനം